ജാഥയുടെ അമരക്കാരനായി അക്ഷരനഗരിയിലേക്ക് കടന്നു വന്ന സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിന് അക്ഷരനഗരിയുടെ പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. കേരള യാത്ര കഴിഞ്ഞ 1-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ചതാണ്. ഈ യാത്രയ്ക്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ മനുഷ്യർക്കൊപ്പം എന്നതാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു ക്യാപ്ഷനാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ജാഥയ്ക്ക് കൊടുത്തിരിക്കുന്നത്, മനുഷ്യർക്കൊപ്പം. കേരള മുസ്ലിം ജമായത്ത് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഒരു വിശ്വമാനവിയുടെ സന്ദേശമാണ് ആ ജാഥയിൽ മനുഷ്യർക്കൊപ്പം എന്ന രൂപത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ ജാതികൾക്കും മതങ്ങൾക്കും വർണ്ണത്തിനും വർഗത്തിനും ആചാരത്തിനും അനുഷ്ഠാനങ്ങൾക്കുമെല്ലാം അപ്പുറം മനുഷ്യൻ എന്ന സുന്ദരമായ പദം, അത് എവിടെയൊക്കെ മനുഷ്യൻ മനുഷ്യസ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നുവോ അവിടെയൊക്കെ സഹായഹസ്തങ്ങളുമായി ഓടിയെത്തുന്ന വിശ്വമാനവയുടെ സന്ദേശം ഉയർത്തുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് മനുഷ്യർക്കൊപ്പം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ വിഭാഗീയ വിധ്വംസക ശിഥിലീകരണ വാസനകൾക്കൊന്നും സ്ഥാനമില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള ജാതിയുടെയോ മതത്തിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ പ്രതികാരബോധത്തിൻ്റെയോ ഒക്കെ ഉള്ളടക്കങ്ങൾ നിലനിൽക്കുന്നിടത്ത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് മനുഷ്യർക്കൊപ്പം എന്ന ജാഥ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും സുന്ദരമായ ആശയം. വർത്തമാന കാലഘട്ടത്തിലെ നൂതന സാങ്കേതിക വിദ്യകൾ വലിയ രൂപത്തിൽ പ്രയോജനപ്പെടുത്തി ലോകം അതിവേഗം കുതിച്ചുപായുകയാണ്. വിവരസാങ്കേതിക വിദ്യ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ യുഗത്തിലേക്ക് കടക്കുമ്പോൾ ആ ഡിജിറ്റൽ യുഗത്തിൽ റോബോട്ടിക് എഞ്ചിനീയറിങ്ങും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എല്ലാം കടന്നു വരുന്നു. ഇതെല്ലാം കടന്നു വന്നാലും മനുഷ്യനില്ലാതായി കൂടാ എന്നതാണ് ഈ ജാഥ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ബൃഹത്തായ ആശയം. അപ്പം മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയും. മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും സഹായവും അതോടൊപ്പം പരസ്പര സ്നേഹവും ബഹുമാനവും നിലനിർത്തി നമുക്ക് നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന വീക്ഷണങ്ങൾ ഉയരണം. അതിന് സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ഐക്യത്തിൻ്റെ സന്ദേശങ്ങളാണ് മുന്നോട്ട് വരുന്നത്. അവിടെ വിദ്വേഷങ്ങൾക്കോ പകയ്ക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള സങ്കുചിത ഭാവങ്ങൾക്കോ സ്ഥാനമില്ല. എല്ലാ തരത്തിലുള്ള തെറ്റായ വാസനകൾക്കുമെതിരെ നാം നന്മ നിറഞ്ഞ സന്ദേശം നൽകിക്കൊണ്ടാണ് മനുഷ്യർക്കൊപ്പം എന്ന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ തരത്തിൽ വളർന്നു വരുന്ന പല രൂപത്തിലുള്ള തെറ്റായ ചിന്താഗതികളും ഒരു മതത്തെ മറ്റൊരു മതത്തിനായി തിരിച്ചുവിടുക എന്ന രൂപത്തിലുള്ള നീക്കങ്ങളും രാജ്യവും തമ്മിലുള്ള സംഘർഷങ്ങളും അതോടൊപ്പം തന്നെ മതവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും ജാതിയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും ആഗോളതലത്തിലും ദേശീയ തലത്തിലും വളർന്നു വരുന്ന കാലഘട്ടമാണ്. വിവിധ മേഖലകളെടുത്താൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനഭിലഷണീയമായ പ്രവണതകൾ ഒരുപക്ഷെ നിരപരാധികളും നിസ്സഹായരുമായ ഒരു ജനതയുടെ മേൽ കടുത്ത ആക്രമണങ്ങൾ ചുവിട്ടുകൊണ്ട് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളായിരുന്നാലും, ആ ഇസ്രായേൽ നിരപരാധികളായ ഇറാനുമേൽ നടത്തിയ ആക്രമണങ്ങളായിരുന്നാലും, ഇപ്പുറത്ത് നാം കാണുന്ന ഖത്തറിനെതിരായി നടത്തിയ ആക്രമണങ്ങളായിരുന്നാലും, ഇതെല്ലാം ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ അതിൻ്റെ പിന്നിൽ വലിയ കറുത്ത കരങ്ങൾ നിന്നുകൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും വലിയ ദുഷ്ടപ്രവൃത്തികളാണ്. അത്തരത്തിലുള്ള പ്രവൃത്തികൾ ആഗോളതലത്തിൽ വന്നുകൂടാ. അത് വന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെയും പോലും ഇന്ന് അനാവശ്യമായി കയ്യാമം വെച്ച് കൽത്തുറങ്കിലടച്ച് വിചാരണയ്ക്ക് വിധേയമാക്കുന്ന ലോക പോലീസ് ചമയുന്ന ഒരു വലിയ സങ്കേതം ഉയർന്നു വരികയാണ്. അത് യഥാർത്ഥത്തിൽ മാനവരാശി ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ലോക പോലീസിൻ്റെതാണ്. അത്തരത്തിലുള്ള തെറ്റായ നീക്കങ്ങൾക്കെതിരെ, ആ തിന്മകൾക്കെതിരെ തിരയടങ്ങാത്ത പ്രതിഷേധം ലോകമെമ്പാടും വളർന്നു വരുന്നൊരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നാം തിരിച്ചറിയേണ്ടത്, മുമ്പ് നാം കണ്ടു ഇറാഖിനെതിരായി വളർന്നു വന്ന നരനായാട്ടും സദ്ദാം ഹുസൈനെ വലിയ രൂപത്തിൽ അകപ്പെടുത്തിയ രംഗവും ഒക്കെ നാം കണ്ടതാണ്. അത്തരത്തിൽ ഉയർന്നു വന്ന സംഭവ പരമ്പരകൾ ലോകം അപലപിച്ച് മുന്നോട്ട് വന്ന സന്ദർഭവും നാം ഓർക്കുന്നു.
വർത്തമാന കാലഘട്ടത്തിൻ്റെ ആഗോളതലത്തിലുള്ള സംഭവങ്ങളെടുത്താൽ ഇത്തരത്തിൽ വലിയ രൂപത്തിലുള്ള ലോക പോലീസ് ചമഞ്ഞുകൊണ്ടുള്ള അധികാരത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ, ഗർവിൻ്റെ എല്ലാ തരത്തിലുള്ള രൂപവും ഭാവവുമായി സാമ്രാജ്യത്വം മാറി മറ്റ് രാജ്യങ്ങൾക്കെതിരെ വലിയ രൂപത്തിലുള്ള കടുത്ത ആക്രമണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അത് പ്രതിഷേധാർഹമാണ്. അവിടെ വിശ്വമാനവിയുടെ സന്ദേശം ഉയരണം, ശാന്തിയുടെ സന്ദേശം ഉയരണം, സമാധാനത്തിൻ്റെ സന്ദേശം ഉയരണം. ഇതന്നെ ദേശീയ തലത്തിൽ പരിശോധിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നാം ഇന്ന് കാണുന്ന രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയാണ് എല്ലാത്തിലും വലുത്. ആ ഭരണഘടന വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ, നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടമെന്ന സങ്കല്പമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നിർഭാഗ്യവശാൽ വർത്തമാന കാലഘട്ടത്തിലെ അത്തരത്തിലുള്ള ആ ചിന്താഗതികൾക്ക് വലിയ രൂപത്തിൽ മങ്ങലേൽപ്പിക്കുന്ന രൂപത്തിൽ മതനിരപേക്ഷതയെ തന്നെ ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഫെഡറൽ സംവിധാനങ്ങൾ അട്ടിമറിക്കുന്നു, മനുഷ്യത്വം മരവിപ്പിക്കുന്നു. ഇവിടെ വർഗീയത എല്ലാ അർത്ഥത്തിലും വലിയ രൂപത്തിൽ പത്തിവിടത്തിയാടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് ഭൂരിപക്ഷത്തിൻ്റെതായിരുന്നാലും ന്യൂനപക്ഷത്തിൻ്റെതായിരുന്നാലും രണ്ടും അപകടകരമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ സംഘടിത ഭാവങ്ങൾക്കുമെതിരെയാണ് മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശം മുസ്ലിം ജമാഅത്തെ ഈ യാത്രയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും വലിയ രൂപത്തിലുള്ള സന്ദേശമാണ് കേരളീയ സമൂഹത്തിന് യഥാർത്ഥത്തിൽ ഈ കേരള യാത്രയിലൂടെ നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. 1-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഏതാണ്ട് 16-ാം തീയതി തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ സമാപിക്കുന്ന ഈ യാത്ര കേരള മുസ്ലിം ജമാഅത്ത് ഈ കേരള യാത്ര ഏറ്റവും ഭംഗിയായി വിജയകരമായി സംഘടിപ്പിച്ചുകൊണ്ട് അഭിവന്ദ്യനായ നമ്മുടെ കാന്തപുരം ഉസ്താദ് തന്നെ ഇതിന് നേതൃത്വം വഹിച്ച് മുന്നോട്ട് വരുന്നു എന്നതാണ് ഇതിന് ഏറ്റവും വലിയ പ്രസക്തി. ആ നിലയിൽ ഇവിടെ എത്തിച്ചേർന്ന ജാഥയ്ക്ക് അക്ഷരനഗരിയിലെ സംസ്കാര സമ്പന്നരായ എല്ലാ വിഭാഗം ആളുകളുടെയും പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.